നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി കേരളക്കരയുടെ താരം. ഷാഫിയുടെ കരം പിടിച്ച് പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാടെത്തി. ഒടുവിലിത കേരള നിയമസഭയിലേക്ക് എത്തുന്നത് വമ്പൻ ഭൂരിപക്ഷത്തോടെ. 18,715 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാടിൻ്റെ വജ്രത്തിളക്കമായത്. പാലക്കാട് നഗരസഭയിൽ പോലും സി കൃഷ്ണകുമാറിനെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയക്കുതിപ്പ്. ഇത് UDFിൻ്റെ സമാനതകളില്ലാത്ത തിരിച്ചുവരവ് തന്നെ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിൻ്റെ സമ്പൂർണ്ണ പരാജയമാണ് ഇപ്പോൾ പാലക്കാട് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം ഉറപ്പിച്ചതിന് തൊട്ടു പിന്നാലെ DCC ഓഫീസിലെത്തിയ സന്ദീപ് വാര്യർ പറഞ്ഞത് അതുതന്നെ. സി കൃഷ്ണകുമാറും ഭാര്യയും ഒക്കെ ചേർന്ന് പാലക്കാട് BJPയെ തകർത്തെറിഞ്ഞിരിക്കുന്നു. സന്ദീപ് വാര്യർ BJPയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. തുടർന്ന് സി കൃഷ്ണകുമാർ വീട്ടിലേക്ക് മടക്കുന്ന കാഴ്ച. തോൽവി ഉറപ്പിച്ചുകൊണ്ടായിരുന്നു സി കൃഷ്ണകുമാർ മടങ്ങിയത്. എന്നാൽ ഏറ്റവും ദയനീയ കാഴ്ച മറ്റൊന്ന്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി P സരിനും BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും തമ്മിൽ വെറും 2000 വോട്ടുകളുടെ വ്യത്യാസം മാത്രം. BJPയുടെ സമ്പൂർണ്ണ തകർച്ച തന്നെയാണ് ഇപ്പോൾ പാലക്കാട് പ്രകടമാകുന്നതും. BJP നേതൃത്വത്തിൻ്റെ പരാജയമാണ് ഇപ്പോൾ പാലക്കാട് നമ്മൾ കാണുന്നത് എന്ന വിമർശനങ്ങൾ ശക്തമാകുന്നു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത് 58,244 വോട്ടുകൾ. BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് കിട്ടിയത് 39,529. സരിൻ 37,348. ഇടതുമുന്നണിക്ക് മുഖം രക്ഷിക്കാനുള്ള വോട്ടുകൾ P സരിൻ നേടി എന്നതിവിടെ ഏറെ ശ്രദ്ധേയമാണ്. 2021 E ശ്രീധരനും ഷാഫി പറമ്പിലും ഏറ്റുമുട്ടിയപ്പോൾ അന്ന് ശ്രീധരൻ സ്വന്തമാക്കിയത് 50,220 വോട്ടുകൾ. അന്ന് ഷാഫി പറമ്പിൽ ലഭിച്ചത് 54,079. നേരിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത്. ഇടതുപക്ഷത്തിന് അന്ന് ലഭിച്ചത് വെറും 36,433 വോട്ടുകൾ. ഇടതുപക്ഷത്തിന് തങ്ങളുടെ വോട്ട് നില പാലക്കാട് ഉയർത്താൻ കഴിഞ്ഞു എന്നാശ്വസിക്കാം ഇക്കുറി. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ ഇനി നേരിടാൻ പോകുന്നത് BJP സ്ഥാനാർത്ഥി തന്നെ. തൃക്കാക്കരയ്ക്കും പുതുപ്പള്ളിക്കും ശേഷം ഇപ്പോഴിതാ പാലക്കാടും വയനാടുമൊക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ മിന്നുന്ന ജയം. ഇത് UDFിനെ തെല്ലൊന്നുമല്ല ഉണർത്തുന്നത്. VD സതീശൻ്റെ ക്യാപ്റ്റൻസി ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരിക്കുന്നത്. സതീശനും കോൺഗ്രസിൻ്റെ യുവനേതൃത്വവും ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്ന് നയിച്ചത്. കോൺഗ്രസ് സംഘടനയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ P സരിൻ ആക്ഷേപവും പരിഹാസവും വിമർശനങ്ങളും ഉയർത്തിയത് VD സതീശന് നേർക്ക്. പ്രതിപക്ഷ നേതാവ് ഒരു പരാജയമെന്നായിരുന്നു P സരിൻ വിളിച്ചുകൂവിയത്. P സരിൻ ഇടതുമുന്നണിയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന PK ഷാനിബ് പാർട്ടി വിട്ടു. സതീശനും ഷാഫിയുമൊക്കെ ചേർന്ന് കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തുവെന്നാണ് ഷാനിബ് ഉൾപ്പെടെയുള്ളവർ പിന്നീട് വിമർശനങ്ങൾ ഉയർത്തിയത്. പാലക്കാട്ടേക്ക് സതീശൻ നിയോഗിച്ചത് ഷാഫിയും VK ശ്രീകണ്ഠനും അബിൻ വർക്കിയും ഒക്കെ അടങ്ങുന്ന കോൺഗ്രസിന്റെ 2ാം നിര ടീമിനെ. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് M ലിജുവിനെ K സുധാകരൻ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി ഉയർത്തിയത്. യുവനിര ടീം പാലക്കാട്ടേക്ക് കുതിച്ചു. CPM എന്ന ശക്തമായ സംഘടനാ സംവിധാനത്തോടെ ഏറ്റുമുട്ടാൻ യുവനിര ടീമിനെ കളത്തിലിറക്കി സതീശൻ നടത്തിയത് മറ്റൊരു പരീക്ഷണം. CPMലേക്ക് പോകാൻ നിന്ന സന്ദീപ് വാര്യരെ അടർത്തിയെടുത്ത ചാണക്യബുദ്ധി. ഉമ്മൻചാണ്ടി യുഗത്തിന് ശേഷം കോൺഗ്രസ് പ്രസ്ഥാനം തകർന്നടിയുന്നു. UDF ഇനി കേരളത്തിൽ എത്രമാത്രം നിലനിൽക്കും എന്ന ചോദ്യങ്ങൾ ശക്തമാകുന്ന കാലഘട്ടത്തിലാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവായി കേരളത്തിൽ കൂടുതൽ ശക്തമായത്. പാലക്കാട് ഈ മിന്നുന്ന തെരഞ്ഞെടുപ്പ് വിജയം UDFിന് വീണ്ടും കരുത്തു പകരുന്നു. സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ താരമായി വളർന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ യുവനിരയിലെ ഏറ്റവും ശ്രദ്ധേയ നായകനാണ്. യൂത്ത് കോൺഗ്രസിന് വേണ്ടി കേരളത്തിൽ നടത്തിയ നിരവധി സമരങ്ങളും പ്രതിഷേധങ്ങളുടെയും ഒക്കെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിറഞ്ഞു നിന്നു. പിണറായി വിജയനെ നേർക്കുനേർ വെല്ലുവിളിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രതിഷേധ സമരങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തെ വെളുപ്പാങ്കാലം വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന നാടകീയ സംഭവ വികാസങ്ങൾ. വോട്ടെണ്ണൽ തുടങ്ങിയതിന് പിന്നാലെ UDF ക്യാമ്പിൽ പ്രകടമായത് തികഞ്ഞ ആത്മവിശ്വാസം. DCC ഓഫീസ് ആവേശത്തിമിർപ്പിലായി. വിവാദങ്ങളുടെ പെരുമഴയായിരുന്നു ഇക്കുറി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്.
കൊടകര കുഴൽപ്പണക്കേസ് ഉയർത്തിക്കൊണ്ട് തന്നെയായിരുന്നു UDF ശക്തമായ കരുക്കൾ നീക്കിയത്. കൊടകര കുഴൽപ്പണത്തിന് പിന്നിൽ CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം തന്നെയാണ് കോൺഗ്രസ് മുഖ്യ പ്രചരണായുധമാക്കിയത്. തൃശൂർ പൂരം മുതൽ സർവമാന വിഷയങ്ങളും പ്രചരണ വിഷയങ്ങളായി പാലക്കാട് ആഞ്ഞുവീശി. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തളയ്ക്കാൻ അർദ്ധരാത്രിയിൽ നടന്ന ഒരു നീല ട്രോളി വിവാദം. ഒടുവിൽ അതേ നീല ട്രോളിയിൽ സരിനെ അടച്ചുകൊണ്ട് കോൺഗ്രസ് തിരിച്ചടിക്കുന്നു. DCC ഓഫീസിലിരുന്ന് സന്ദീപ് വാര്യർ വെല്ലുവിളിക്കുന്നു. പാലക്കാട് നമ്മൾ കാണുന്നത് BJP-യുടെ സമ്പൂർണ്ണ പതനം തന്നെ. സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ച പാളിച്ച തന്നെയാണ് BJP-യെ ഇത്ര വലിയ ഒരു തളർച്ചയിലും തകർച്ചയിലും കൊണ്ടുചെന്നെത്തിച്ചത്. പാലക്കാട് ശോഭാ സുരേന്ദ്രനോ K സുരേന്ദ്രനോ മത്സരിക്കട്ടെ എന്നാണ് ചില നേതാക്കൾ പരസ്യമായി മുന്നോട്ട് വെച്ച നിർദ്ദേശം. എന്നാൽ അതൊക്കെ തച്ചുടച്ച് C കൃഷ്ണകുമാറിനെ കളത്തിലിറക്കി. കൃഷ്ണകുമാർ വിജയിക്കരുത് എന്ന് BJP ക്യാമ്പിലുള്ളവർ തന്നെ ശഠിച്ചു. അതിൻ്റെ അനന്തരഫലങ്ങളാണ് ഇനി അവർ അനുഭവിക്കുകയും. ഉദിച്ചു വരുന്ന താരമായി ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി നിയമസഭയിൽ. അവിടെ പിണറായി വിജയന് നേർക്കുനേർ നിൽക്കാൻ കേരളത്തിൻ്റെ യുവതാരം. അസാധാരണ ഊർജം പാലക്കാട് മണ്ണിൽ നിന്ന് സംഭരിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി നിയമസഭയിലേക്ക് കുതിച്ചെത്തുന്നത്. അതാവട്ടെ ഇനിയുള്ള ഗർജനങ്ങളുടെ തുടക്കമാകും. പിണറായി വിജയനെതിരെ ഏറ്റവും ശക്തമായി പൊരുതാൻ VD സതീശനും കോൺഗ്രസിനുമൊക്കെ യുവനിരയിൽ നിന്ന് മറ്റൊരു നേതാവ് കൂടി ഉയർന്നിരിക്കുന്നു. കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് കരുത്തൻ ലീഡോടെ ചരിത്രമെഴുതി കടന്നു വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.